എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. ഇപ്പൊ നമ്മൾ ഇന്ന് ജഗത് സൃഷ്ടി, അപ്പൊ അതിനു മുമ്പേ കലിയുഗത്തെ പറ്റി ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞ 5 കാര്യങ്ങൾ എന്താണ് നമുക്കറിയാം. ഈ ജഗത് സൃഷ്ടി എന്ന് പറയുമ്പോൾ ജഗത്തിന്റെ ആദ്യമായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അത് ആദ്യത്തെ എന്താ പറയാ സത്യയുഗം എന്നും പറഞ്ഞ ആ ഒരു യുഗങ്ങളുടെ കണക്കാണ്. കാലത്തിന്റെ പ്രമാണത്തിലെ യുഗക്കണക്കുകളിലൂടെയാണ് പോകുന്നത്. അപ്പൊ സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, അങ്ങനെ 4 യുഗങ്ങളാണ്, ചതുർയുഗങ്ങള്. അതിൽ ഓരോന്നിന്റെയും എത്ര കാലപ്പഴക്കം അവിടെ പറയുന്നുണ്ട്, ഇത്ര വർഷങ്ങളാണ് ഓരോ യുഗങ്ങൾ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏറ്റവും കുറഞ്ഞത് കലിയുഗമാണ്. ഓരോന്നും കാലം കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത്. സത്യയുഗം, കാരണം അന്ന് മനുഷ്യര് സാത്വികമായിട്ടുള്ള നല്ല മനുഷ്യരായിരുന്നു. അന്ന് കാലയളവ് കൂടുതൽ, പിന്നെ അതിൽ നിന്നും കുറവാണ് രണ്ടാമത്തെ യുഗം. അങ്ങനെ അങ്ങനെ ഇപ്പൊ ഇന്ന് കലിയുഗത്തിൽ വന്ന് നിൽക്കുകയാണ്. കലിയുഗത്തെ കുറിച്ച് ചെറുതായിട്ട് ഇന്ന് പരാമർശിച്ചുകൊണ്ട് നമുക്ക് ജഗത് സൃഷ്ടിയിലോട്ട് പോവാം. എന്താണ്, പാണ്ഡവർ വാനപ്രസ്ഥത്തിന് പോകുന്നതിന് മുൻപ് ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു, കലിയുഗം വരികയാണ്, അതിന്റെ പ്രഭാവം എങ്ങനെയിരിക്കും? കാരണം ഓരോ യുഗത്തിലുള്ളവരും അടുത്ത യുഗം എപ്പോഴാണ് തുടങ്ങണമെന്ന് നമ്മുടെ പൂർവ്വ ആചാര്യന്മാർ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാലഗണനയുണ്ട്. അതനുസരിച്ച് നമ്മൾ വർഷങ്ങളെ കണക്കുകൂട്ടുകയും ഇപ്പൊ കലിയുഗം നമുക്ക് 32 ലക്ഷത്തി ഇത്രയും വർഷങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ 5000 വർഷം കഴിഞ്ഞു. അപ്പൊ നമ്മൾ പറയുന്നു ഇനി 27 ലക്ഷം ഉണ്ടോ എന്നൊക്കെ നമ്മളിങ്ങനെ കണക്ക് പറയുന്നു. എന്നാൽ ഇത് എപ്പോ തുടങ്ങി, ആ മാറ്റം എപ്പോഴാ? നമ്മൾ പറയും ദ്വാപര യുഗത്തിൽ നിന്ന് കലിയുഗത്തിൽ എപ്പോഴാ തുടങ്ങിയത്? ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്തു, ആ സമയമാണ് നമ്മൾ അതിനൊരു കണക്കായിട്ട് വെച്ചിരിക്കുന്നത്. അല്ലാതെ ഇന്ന ഇത്രാം ആണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്തു, ദ്വാരക കടലെടുത്തു. അങ്ങനെ കലിയുടെ ആരംഭം. പരീക്ഷിത് മഹാരാജാവ് ധർമ്മച്യുതി സംഭവിച്ച 3 കാലുകൾ ഒടിഞ്ഞ ഒരു പശുവിനെ കാണുകയാണ്. അന്ന് തൊട്ട് കലി പ്രവർത്തിച്ചു തുടങ്ങി. കലിക്ക് ഇരിക്കാൻ സ്ഥലം കൊടുത്തു, ഇല്ലേ? നമുക്ക് നളദമയന്തിമാരുടെ കഥ അറിയാം, കലിയുടെ കഥ അറിയാം. കലിക്ക് ഇരിക്കാൻ 4 സ്ഥലങ്ങളാണ് നമ്മുടെ ഭൂമിയിൽ കൊടുത്തിരിക്കുന്നത്. ആ 4 സ്ഥലത്തും കലി ഇരിക്കും. ആ കലിയിൽ നിന്ന് നമ്മള് കലി സന്ധരണ ഉപനിഷത്ത് പറയുന്നു, കലിയിൽ നിന്ന് രക്ഷ നേടിക്കൊള്ളണം. മനുഷ്യൻ ഇത് അറിയണം. അറിയണമെങ്കിൽ എന്ത് വേണം? നമ്മൾ നമ്മുടെ ആധ്യാത്മിക ശാസ്ത്രങ്ങൾ പഠിക്കണം. പഠിച്ചിട്ട് കലിയിൽ നിന്ന് രക്ഷ നേടാനുള്ള ഉപായങ്ങൾ കണ്ടെത്തണം. അപ്പോ ഈ കലിയുഗത്തിൽ എന്താണ് ഭഗവാനെ പ്രത്യേകത എന്ന് ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് ചോദിക്കുകയാണ്. ആര് ചോദിക്കുന്നു? ശ്രീകൃഷ്ണനോട് ചോദിക്കുന്നു പാണ്ഡവന്മാര്, പഞ്ചപാണ്ഡവന്മാര് ചോദിക്കുകയാണ്. ഭഗവാൻ വാനപ്രസ്ഥത്തിന് പോകുന്നതിന് മുമ്പേ വാനപ്രസ്ഥത്തിന് പോകുന്നതിന് മുമ്പേ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു, കലിയുഗം വരികയാണ്, അപ്പൊ അതിന്റെ പ്രഭാവം എങ്ങനെയിരിക്കും? ദ്വാപര യുഗത്തിൽ വെച്ചാണ് ഇത് ചോദിക്കുന്നത്. അപ്പൊ ശ്രീകൃഷ്ണൻ പറഞ്ഞു ഇതിന്റെ ഉത്തരം. ശ്രീകൃഷ്ണൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഞാൻ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, എനിക്കിപ്പോ പറയാനും കഴിയില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ 5 സഹോദരന്മാര് വനത്തിൽ ഓരോ ദിശയിൽ സഞ്ചരിക്കണം. ഓരോ ദിശ, ഓരോ ഡയറക്ഷനിൽ പോയിട്ട് അവിടെ നിങ്ങൾ കാണുന്ന കാഴ്ചകള് എന്നോട് പറയുക. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കലിയുഗത്തിന്റെ പ്രഭാവം എന്താണെന്ന് പറയാം. കാരണം കലിയുഗത്തിൽ വളരെ വിചിത്രമായിട്ട് മനുഷ്യ മനസ്സുകളെ ഞെട്ടിപ്പിച്ചുകൊണ്ട്, മനുഷ്യ മനസ്സുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത, മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം അവര് കലിയുഗത്തിൽ ചെയ്യും. നിങ്ങൾ പോയി കാണൂ, കണ്ടിട്ട് വന്ന് എൻ്റെ അടുത്ത് പറയൂ, അതിന്റെ ഉത്തരം ഞാൻ പറയാന്ന് ശ്രീകൃഷ്ണൻ പറയുകയാണ്. അതിനുശേഷം പാണ്ഡവർ 5 പേരും 5 ദിശകളിലായിട്ട് വനത്തിലേക്ക് പോയി. അവിടെ വളരെ വിചിത്രവും അത്ഭുതകരവുമായിട്ട് കാഴ്ചകളാണ് അവർ കാണുന്നത്. യുധിഷ്ഠിരൻ കണ്ടത് 2 തുമ്പിക്കൈയുള്ള ഒരാന. നമുക്കറിയാം ആനകൾ സാധാരണ 1 തുമ്പിക്കൈയാണ്. ഇവിടെ യുധിഷ്ഠിരൻ കണ്ടത് 2 തുമ്പിക്കൈയുള്ള ആനയാണ്. അർജുനൻ കണ്ടതോ ഒരു പക്ഷി, ഒരു വലിയ പക്ഷി. അതിന്റെ ചിറകുകളിൽ വേദത്തിൽ നിന്നുള്ള വരികൾ ആലേഖനം ചെയ്തിരിക്കുകയാണ്. പക്ഷി എന്താണ് ചെയ്യുന്നത്? ഒരു ശവശരീരം കൊത്തി തിന്നുന്നു. വേദം എന്ന് പറഞ്ഞ അറിവ്, അല്ലെ? ആ ഒരു വേദം എന്ന് പറഞ്ഞ പുണ്യമായിരിക്കുന്ന വേദമന്ത്രങ്ങൾ എഴുതിയ ചിറകുകളോട് കൂടിയ പക്ഷി എന്ത് തിന്നുന്നു? ശവശരീരത്തെ കൊത്തി തിന്നുന്ന കണ്ടു. അപ്പൊ ഭീമൻ കണ്ടതോ ഒരു പശുവിനെയാണ് കണ്ടത്. പശു അതിന്റെ കുഞ്ഞിനെ നക്കി ലാളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. സഹദേവൻ കണ്ടത് 4 കിണറാണ്. അതിൽ ഒരു കിണറ്റിൽ വെള്ളമില്ല, പക്ഷെ അടുത്തുള്ള കിണറുകളിൽ നിറച്ച് വെള്ളമില്ലാത്ത കിണറിന് വളരെയധികം ആഴമുണ്ട്. മറ്റുള്ള കിണറുകളിൽ നിറച്ച് വെള്ളമുണ്ട്. എന്നാൽ ഇതൊരു കുറച്ച്, നമ്മൾക്കറിയാം കിണർ നിറയുന്നത് ഭൂഗർഭത്തിലൂടെയാണ്, അടിയിൽ നിന്നാണ് വെള്ളം നിറയുന്നത്. അപ്പൊ ഒരു കിണർ നിറഞ്ഞാല് തൊട്ടടുത്തുള്ള കിണറ്റിൽ വെള്ളം ഇല്ലാണ്ട് വരില്ല. കാരണം ഭൂമി അങ്ങനെയുള്ള ഒരു എന്താ പറയാ കരുണയില്ലാത്ത വ്യക്തിയല്ല. അടുത്തൊരിടത്ത് കുഴിച്ചാൽ തൊട്ടടുത്ത് വെള്ളം കാണുമെന്ന് നമുക്കറിയാം. പക്ഷെ വളരെ ആശ്ചര്യകരമായിട്ടുള്ള രീതിയിൽ 3 കിണറ്റിൽ നിറച്ച് വെള്ളമുണ്ട്, ഒരു കിണർ വറ്റി വരണ്ട് അഗാധമായിട്ട് കിടക്കുന്നു.
അങ്ങനെ 4 പേര് നകുലൻ കണ്ടത് 4 പേര് കണ്ടു. നകുലൻ കണ്ടത് എന്താണ്? മലമുകളിൽ നിന്നൊരു വലിയ പാറ താഴേക്ക് ഉരുണ്ടു വരുന്നതാണ് കണ്ടത്. വലിയ വൃക്ഷങ്ങള് അതിനെ തടഞ്ഞു നിർത്താൻ കഴിയുന്നില്ല. പക്ഷെ ഒരു ചെറിയ ചെടി, ചെറിയ ഒരു പുൽക്കൊടിയുടെ അത്രയുള്ള ഒരു ചെടി അതിൽ തട്ടി ആ പാറക്കല്ല് നിൽക്കുകയാണ്. അപ്പൊ 5 പാണ്ഡവന്മാരും തിരിച്ചു വന്ന് തങ്ങൾ കണ്ട കാഴ്ചകളെ പറ്റി ശ്രീകൃഷ്ണനോട് പറയുകയാണ്. അപ്പൊ യുധിഷ്ഠിരൻ പറഞ്ഞു താൻ കണ്ട. അപ്പം യുധിഷ്ഠിരൻ ഓരോരുത്തരും അവരുടെ അനുഭവങ്ങൾ, അവർക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ പ്രപഞ്ചത്തിലുണ്ടോ? കലിയുഗത്തിന്റെ മുന്നോടിയായിട്ട് ഇതെന്താണ് പ്രപഞ്ചത്തിൽ സംഭവിക്കണമെന്നുള്ള ആ ഒരു അത്ഭുതകരമായിട്ട്, അത് ഭഗവാന് മാത്രമേ ഉത്തരം പറയാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി അദ്ദേഹത്തിന്റെ അടുത്ത് തിരിച്ചെത്തി പറയാണ്. യുധിഷ്ഠിരൻ ആദ്യം പറഞ്ഞു താൻ കണ്ട ആ തുമ്പിക്കൈ, 2 തുമ്പിക്കൈയുള്ള ഒരു ആനയെ പറ്റി പറഞ്ഞു. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ഭഗവാൻ പറഞ്ഞു, നമ്മളെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ്. കലിയുഗം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോണതെന്ന് കൃഷ്ണൻ പറയുകയാണ്. നിങ്ങൾ കണ്ടതിൻ്റെ ഇത് ഉപാസകരെ സംബന്ധിച്ച് വളരെ പ്രയോജനം ഉള്ളത് കൊണ്ടാണ് ഞാനിത് ഈ കഥ പറഞ്ഞിട്ട് ജഗത് സൃഷ്ടിയിലോട്ട് കടക്കുന്നത്. അപ്പൊ കൃഷ്ണൻ ഈ 2 തുമ്പിക്കൈയുള്ള ആനയെ കുറിച്ച് പറയുകയാണ്. നിങ്ങൾ കണ്ടതിന്റെ അർത്ഥം എന്താണ്? ഞാൻ പറഞ്ഞു തരാം. കലിയുഗത്തിലെ ഭരണാധികാരികള്, മനുഷ്യര്, പ്രപഞ്ചത്തിലിരിക്കുന്ന എല്ലാ മനുഷ്യരുടെ മനസ്സ് അല്ലെ, ഭരണാധികാരികളാണ് ഏറ്റവും അധികം. അത് കഴിഞ്ഞിട്ട് സാധാരണ മനുഷ്യർ പോലും ഉപാസനയോ ഈശ്വരവിശ്വാസവും ഇല്ലാത്ത മനുഷ്യരുടെ കാര്യമാണ് പറയുന്നത്. ഉപാസന ഉള്ളവരും ഇല്ലാത്തവരും രണ്ടും പറയുന്നുണ്ട്. ആ എല്ലാവരും 2 രീതിയിലായിരിക്കും പെരുമാറുന്നത്. കാരണം എന്താ? പറയുന്ന ഒന്ന് ചെയ്യുന്നത് മറ്റൊന്ന്, ചെയ്യുന്നത് ഒന്ന് പറയുന്നത് മറ്റൊന്ന്. ഇങ്ങനെ പറയുന്നത് ചെയ്യില്ല, ചെയ്യുന്നത് പറയില്ല, മനസ്സിൽ കൊണ്ടു നടക്കും. ഒന്നും പുറത്ത് കാണിക്കുന്ന, അകത്തൊന്ന് പുറത്തൊന്ന്. ശരിക്കും ഹിപ്പോക്രസി എന്ന് പറയും. നമ്മുടെ ആരെയും കലിയുഗത്തില് വിശ്വസിക്കാൻ പറ്റില്ല എന്നർത്ഥം. കാരണം മനസ്സിൽ പറയുന്ന, നമ്മൾ വിചാരിക്കും വളരെ നല്ല ആൾക്കാരാണ്, എന്തോരം നല്ല മനുഷ്യരാണ്, പക്ഷെ അവരുടെ പ്രവൃത്തി കണ്ട് നമ്മൾ ഞെട്ടിപ്പോവും, ഇല്ലേ? അപ്പൊ കലിയുഗത്തില് എല്ലാവരും ഇങ്ങനെയാണ്. ഈശ്വരോപാസന, യഥാർത്ഥ ഉപാസന ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിൽ നിന്ന് രക്ഷയുള്ളൂ. അപ്പോ ഈ 2 മുഖത്തോടു കൂടി അകത്തൊന്ന് പുറത്തൊന്ന് കാണിക്കുന്നവരാണ് കലിയുഗത്തിലുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കലിയുഗം വരുന്നതിന് മുമ്പേ തന്നെ ഭരണം അവസാനിച്ച് രക്ഷപ്പെട്ടോളൂ എന്ന് പറയാ പാണ്ഡവരോട്. കലിയുഗം എന്ന് പറയുമ്പോൾ അവര് ഭരണാധികാരികളാണ്. കുരുക്ഷേത്രത്തിലെ യുദ്ധത്തിന് ശേഷം പാണ്ഡവര് വിജയിക്കുകയും അവര് സ്ഥാനാരോഹണം ചെയ്ത് രാജാക്കന്മാരായി തീരുകയും ചെയ്തു. അപ്പൊ അവരോട് പറയാം, നിങ്ങൾ ഇനി കലിയുഗത്തിൽ ഇരിക്കണ്ട. കാരണം ഇത് നിങ്ങളുടെ മനസ്സിനെ ദുഷിപ്പിക്കും, കലി കയറും, നിങ്ങളും ഇങ്ങനെ ആയിത്തീരും. അപ്പൊ ഇനി എന്താണ് ഇതിൽ നിന്ന് രക്ഷ എന്ന് അവസാനം പറയുന്നുണ്ട്. അർജുനൻ പറഞ്ഞു, വേദത്തിൽ നിന്നുള്ള വരികളെ ചിറകിൽ ആലേഖനം ചെയ്ത ഒരു പക്ഷിയെ ഞാൻ കണ്ടു. അപ്പൊ നമ്മള് ഒരു വേദത്തിന്റെ ചിഹ്നം ഇല്ലെങ്കിൽ നല്ലൊരു ഷോള്, ഹരേ രാമ ഹരേ കൃഷ്ണ, ഓം നമ ശിവായ എന്ന് ഷാള് പൊതിച്ച ഒരു സന്യാസി ആലോചിക്കും. അതിനെയാണ് നമ്മൾ ഒരു പക്ഷി എന്ന് പറഞ്ഞാൽ പറക്കുന്നതെന്ന് അർത്ഥം. അതുപോലെ തന്നെ മനുഷ്യരും ഒരു പക്ഷെ അത് എന്താ ചെയ്യുന്നത്? അതൊരു ശവശരീരത്തെ കൊത്തി തിന്നുന്നു. എന്താണ് അങ്ങ് പറഞ്ഞു തരൂ ഇതിന്റെ അർത്ഥം? അപ്പൊ ശ്രീകൃഷ്ണൻ പറയുകയാണ്, ഇതുപോലെ ആയിരിക്കും മനുഷ്യൻ കലിയുഗത്തിലുള്ളത്. ഇതേ സ്വഭാവമായിരിക്കും. അവർ സ്വയം ജ്ഞാനിയാണെന്ന് പറയും, പക്ഷെ ആചാരം രാക്ഷസന്മാരെ പോലെ ഇരിക്കും. ആരാണ് മരിക്കാൻ പോകുന്നതെന്ന് നോക്കിയിരിക്കും. മരിക്കുന്നവരുടെ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ മരണം ആഗ്രഹിക്കും, ആ സ്ഥാനം നേടിയെടുക്കാൻ. ഉന്നത വിദ്യാഭ്യാസം സിദ്ധിച്ചവരുടെ ചിന്ത വെറും പൈസയ്ക്കും പദവിക്കും വേണ്ടി മാത്രമായിരിക്കും. അതായത് പൊള്ളയായിട്ടുള്ള ഒരു ജീവിതചര്യയായിരിക്കും കലിയുഗത്തില് മനുഷ്യൻ സ്വീകരിക്കുന്നത്. നമുക്ക് എത്ര സ്നേഹമുള്ളവരാണെങ്കിലും ഉന്നത സ്ഥാനം, നമുക്ക് ആ സ്ഥാനം കിട്ടണമെങ്കിൽ അവര് മരിച്ചു പോട്ടെ എന്ന് ആഗ്രഹിക്കാൻ ഒരു മടിയില്ല. അപ്പോ ആചാരങ്ങളൊന്നും കാണില്ല, നിത്യ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നുമില്ല, രാക്ഷസന്മാരെ പോലെ. എന്താണ് ഈ പക്ഷി എന്താ പറയാ, ഒരു മൃഗത്തെ കൊത്തി തിന്നുക എന്ന് പറയുമ്പം, അതായത് നമ്മൾ എത്രയധികം സാത്വികമാണെങ്കിലും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല, ഇല്ലേ? പോത്തിനെയും കാളയും പശുവിനെയൊക്കെ തിന്നിട്ട് ഈശ്വരനെ ആരാധിക്കുകയും ചെയ്യും. എന്നിട്ട് പറയും എനിക്ക് ഇതാണ് ഇഷ്ടം എന്ന്. അവരെ മാറ്റാൻ പറ്റില്ല. കലിയുഗത്തിന്റെ പ്രഭാവമാണിത്. എന്നിട്ട് പറയും ഞാൻ വളരെ ജ്ഞാനിയാണ്. പക്ഷെ അവര് നിത്യാനുഷ്ഠാനങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ? നിത്യാനുഷ്ഠാനങ്ങൾ എന്ന് പറഞ്ഞാൽ ത്രിസന്ധ്യാവന്ദനങ്ങള്, ഭഗവാനെ കുറിച്ചുള്ള തിരുനാമ സങ്കീർത്തനങ്ങൾ, ഇതൊന്നും ചെയ്യില്ല. ഇതാണ് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു. അപ്പൊ ഭീമൻ പറഞ്ഞു, ഞാനൊരു പശുവിനെയാണ് കണ്ടത്. പശു പ്രസവിച്ചതിന് ശേഷം ആ കുഞ്ഞിനെ, ആ കിടാവിനെ നക്കി നക്കി ലാളിക്കുന്നു. അപ്പൊ ശ്രീകൃഷ്ണൻ പറഞ്ഞു, കലിയുഗത്തില് മനുഷ്യൻ അതുപോലെ ആയിരിക്കും. കലിയുഗത്തില് സ്വന്തം കുട്ടികളോടുള്ള വാത്സല്യം അത്രയും കൂടും.
ആരുടെയെങ്കിലും പുത്രൻ വീട് വെച്ച് സന്യാസം സ്വീകരിച്ചാൽ 2000 പേർ അയാളുടെ ദർശനം നടത്തും. എന്നാൽ സ്വന്തം കുട്ടിയെ സന്യാസിയാക്കണമെന്ന് സ്വന്തം കുട്ടിക്ക് ആധ്യാത്മിക ജ്ഞാനം പകർന്നു കൊടുക്കില്ല. മാതാപിതാക്കള് എന്റെ കുട്ടിയുടെ ഭാവി എന്താകും എന്ന് എപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കും. വാത്സല്യം കൂടിക്കൂടി എപ്പോഴും കുട്ടികളെ കുറിച്ച് ചിന്തിച്ച് ആദി പിടിക്കുക. കുട്ടികളെ വീട്ടിൽ തന്നെ തളച്ചിടും. അവരുടെ ബുദ്ധി വികാസനത്തിന് അനുവദിക്കില്ല. അവരുടെ ജീവിതം അവിടെ അവസാനിപ്പിക്കും. പുത്രൻ മരുമകളുടെ സ്വത്താണ്, നമ്മുടേതല്ല. മകളോ മരുമകന്റെ സ്വത്താണ് എന്ന് ഇന്ന് ഒരു അച്ഛനമ്മമാരും വിചാരിക്കില്ല. നിങ്ങളുടെ ശരീരം മരണത്തിന്റെ സ്വത്താണ്. അവനവന്റെ ശരീരം ആരുടെ? നമുക്ക് മക്കൾ ഉണ്ടാവണമെങ്കിൽ അത് വേറെ അവകാശികൾ വരും. നമ്മൾ അതിൽ എന്തിനാണ് കൈ കടത്തുന്നത്? അതിന്റെ ആവശ്യമില്ല അല്ലേ? ഈ നക്കി തുടയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സദാ അവരോട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവരെ ഇൻഡിപെൻഡന്റ് ആവാൻ സമ്മതിക്കില്ല. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും അവരോട് സംസാരിക്കുകയും അവർ എന്റേതാണെന്നുള്ള ഒരു സ്വേച്ഛയോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുക. ഒരിക്കലും ഒരു ഉപാസകനും അത് ചെയ്യാൻ പാടില്ല. കാരണം എന്താ? ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അതൊരു മരുമകന് കൊടുക്കേണ്ടതാണ്. ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ അത് മരുമകൾക്ക് കൊടുക്കേണ്ടതാണ്. അവരുടെ ജീവിതം നമ്മളെ പോലെ തന്നെ കെട്ടിപ്പടുത്തേണ്ടതാണ് എന്ന ചിന്ത നമുക്കില്ല. ഇപ്പൊ പുത്രി മരുമകന്റെ സ്വന്തമാണെന്ന് കഴിഞ്ഞാൽ നമ്മൾ മക്കളെ ഇങ്ങനെ നമ്മുടേതാക്കി വെക്കുവോ? നമ്മുടെ ശരീരം ആർക്കുള്ളത്? അവസാനം മരണത്തിൻ്റെതാണ്. അപ്പൊ നിങ്ങളുടെ ആത്മാവ് പരമാത്മാവിന്റെ സ്വത്താണ്. അതറിയില്ല. കാരണം നമ്മുടെ ആത്മാവിന് വേറൊരു ഓണർഷിപ്പ് ഉണ്ട്. പരമാത്മാവാണ് നമ്മുടെ ആത്മാവിന്റെ സ്വന്തം. അതുകൊണ്ട് ശാശ്വതമായ ബന്ധത്തെ പറ്റി അറിയാതെ ഈ പറയുന്ന ആശാപാശങ്ങളിൽപ്പെട്ട ജീവിത അവസാനം വരെ ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവനാണ് മനുഷ്യൻ. അടുത്തത് ഭീമന് ശേഷം സഹദേവൻ. ഞാൻ കണ്ടത് 4 കിണറുകളാണ്. അതിൽ നടുക്കുള്ള കിണറിൽ വെള്ളമില്ല, എന്നാൽ ചുറ്റുമുള്ള കിണറുകൾ നിറഞ്ഞു കവിഞ്ഞു എന്ന് പറയുന്നു. അതെന്തുകൊണ്ടാണ്? 3 കിണറിൽ നിറച്ച് വെള്ളവും 1 കിണറ് വളരെയധികം അഗാധമാണ്, അതിൽ ജലമില്ല. ശ്രീകൃഷ്ണൻ പറയാണ് നിറഞ്ഞ കിണറ് അത് ഉള്ളവരെയും വരണ്ട കിണറ് ഇല്ലാത്തവനെയും പ്രതിദാനം ചെയ്യുന്നു. അതായത് ഉള്ളവരെന്ന് പറഞ്ഞാൽ എന്താ? ധനമുള്ളവര്, പദവിയുള്ളവര്, സ്ഥാനമാനങ്ങളുള്ളവര്, അതാണ് നിറഞ്ഞ കിണറ്. അതേ വരണ്ട കിണറെന്ന് പറഞ്ഞാല് ദരിദ്രൻ, പൈസ ഇല്ലാത്തവൻ, ദുഃഖിതൻ, ക്ഷീണിതൻ, അവശൻ, ഇതാണ് വരണ്ട കിണറ്. അപ്പൊ ഇല്ലാത്തവനെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അപ്പൊ ഉള്ളവർക്ക് എന്താ? സമ്പത്ത് ധാരാളം ഉണ്ട്. പക്ഷെ ഇല്ലാത്തവനോ അവന്റെ ദാരിദ്ര്യം വളരെ അവനെ കഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. അവൻ ദുഃഖിതനാണ്. അപ്പോ ഈ കലിയുഗത്തിലുള്ളവൻ വിവാഹത്തിന്, ഉത്സവത്തിന്, ഓരോ ചടങ്ങുകൾക്ക് ലക്ഷക്കണക്കിന് പൈസ ചെലവാക്കും. എന്നാൽ സ്വന്തം വീട്ടിനടുത്ത് ആളുകൾ പട്ടിണി കിടന്ന് മരിക്കുന്നത് കണ്ടാൽ പോലും 1 രൂപ ചെലവാക്കില്ല. അവനവന്റെ ആഡംബരത്തിന്, അവനവന്റെ മക്കൾക്ക്, കൊച്ചുമക്കൾക്ക് വേണ്ടി മാത്രം സൂക്ഷിച്ചു വെക്കും. ആ ഒരു വറ്റി വരണ്ട് ഭക്ഷണമില്ലാതെ അലയുന്നവരെ കാണില്ല. സ്വന്തം മോടിക്ക്, സ്വന്തം അവനവന്റെ ബാക്കിയുള്ള സൊസൈറ്റിയിലുള്ള സ്ഥാനത്തിന് വേണ്ടി മാത്രമേ അവർ പണം ചെലവാക്കുള്ളൂ. നമുക്കറിയാം 30-40 കാറുകൾ വാങ്ങിച്ച് കാറിന്റെ മാനിയെ പിടിച്ച മനുഷ്യര് 30-40 ലക്ഷം രൂപ ആദ്യത്തെ നമ്പർ കിട്ടാനായിട്ട് എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ഇങ്ങനെ ചെലവാക്കുന്ന ഒരു സമൂഹത്തിൽ എന്തൊക്കെയോ അതാണ് നമ്മുടെ സൊസൈറ്റി, നമ്മുടെ സ്ഥാനം സൊസൈറ്റിയിൽ ഉറപ്പിക്കണം എന്നുള്ള വ്യാജമായിട്ടുള്ള ധാരണയോടുകൂടി ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുന്ന പാവപ്പെട്ടവന്, ഒരു നേരത്തെ ഭക്ഷണം വിശപ്പടക്കാൻ പറ്റാത്തവന് അത് അവന്റെ കർമ്മമായിരിക്കാം. എങ്കിലും നമ്മളെ കൊണ്ട് ഒരു വീതം അവർക്ക് സഹായിക്കാൻ പറ്റില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡ്. എന്നിട്ട് നമ്മൾ എന്തൊക്കെയോ നേടി യഥാർത്ഥമായിരിക്കുന്ന നമ്മുടെ സ്വരൂപത്തെ അറിയാതെ പോകുന്നു. അപ്പൊ ആളുകൾ ദാരിദ്ര്യത്തിൽ കഴിയുമ്പോൾ നമ്മൾ ആർഭാടത്തിന് വേണ്ടി പൈസ ധൂർത്തടിക്കണു, സഹായിക്കാൻ തയ്യാറല്ല. അതാണ് നിറഞ്ഞ കിണറും വറ്റിയ കിണറും തമ്മിലുള്ള വ്യത്യാസം. സാധാരണ എന്താ? ഏത് കാര്യം നിറയുമ്പോഴും ഒഴുകും ജലം, ഇല്ലേ? ഇല്ലാത്തിടത്തോട്ട് ഒഴുകണം. അതായിരിക്കണം ഒരു ഉപാസകന്റെ മനസ്സ്. എത്രയൊക്കെ ഉണ്ടോ അതിലൊന്ന് ദാനം ചെയ്യണം. പഞ്ചയജ്ഞങ്ങള് ഇന്ന് തമിഴിലുള്ള ഒരു പ്രഭാഷണം ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ആരാണ് സുഖ സന്തോഷങ്ങൾ അനുഭവിക്കുന്നവൻ? തമിഴിലാണ്. നിങ്ങൾക്ക് കേട്ടാൽ എല്ലാവർക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. തമിഴിൽ ഒരു വലിയ പ്രഭാഷണം ചെയ്യുന്ന ലേഡിയാണ്. അവര് ഒരുപാടെണ്ണം ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എവിടെയാണ് സുഖം? അപ്പോ രാജാവ് ചോദിക്കുന്നു എവിടെയാണ് സുഖം എന്ന് ചോദിക്കും. രാജാവിന് മെത്തേ കിടന്നിട്ട് പോലും സുഖമില്ല. അപ്പൊ അന്വേഷിച്ചു പോകുമ്പോ വയലിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യനെ കാണുന്നു. അയാൾ സുഖമായിട്ടിരിക്കുന്നു. ഒരു കീറിയ ഓണകം മാത്രം എടുത്ത ഒരു മനുഷ്യൻ. അയാൾ സന്തോഷത്തോടെ അയാളുടെ കുടുംബത്തെ കാണിച്ചു കൊടുക്കുന്നു. സ്വന്തം അച്ഛനമ്മമാരെ നോക്കുന്നു. തനിക്ക് കിട്ടുന്ന ആ ഒരു 4 രൂപയിൽ നിന്ന് പഞ്ചയജ്ഞങ്ങൾ ചെയ്യുകയാണ്. അച്ഛനമ്മമാര്, ഭാര്യ, സഹോദരി എന്ന് വെച്ചാൽ അത് ധർമ്മത്തിന്റെ പേരില്. പിന്നെ തന്റെ മക്കള്. അല്ലാതെ മക്കളുടെ ഒന്നും കിട്ടാനല്ല. അവിടെ സ്വത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് മക്കള് തിരിച്ചു തരാനല്ല. നമ്മുടെ കർമ്മമായിട്ട് അത് ചെയ്ത് അവരെ സ്വതന്ത്രമാക്കുന്നു. അങ്ങനെയുള്ളവർ എപ്പോഴും സന്തോഷമായിരിക്കും. അത് കടങ്ങളില്ല.
എന്താ നമുക്ക് ഈ പഞ്ചയജ്ഞങ്ങള് പഞ്ചകടങ്ങൾ തന്നിരിക്കുന്നത്? നമുക്ക് എല്ലാറ്റിനോടും ഒരു കടമുണ്ട്, പ്രപഞ്ചത്തോട്, നമ്മളോട്, ഇല്ലേ? ആധ്യാത്മിക ശാസ്ത്രങ്ങളോട്, അത് പഠിക്കുക, നമുക്ക് ശരീരം തന്ന ഈശ്വരനോട്, എല്ലാരോടും ഉള്ള കടം തീർത്താൽ മാത്രമേ പ്രപഞ്ചത്തിൽ നിന്ന് മുക്തമായിട്ട് നമുക്ക് പോകാൻ പറ്റൂ. ഇല്ലെങ്കിൽ ആ കടങ്ങൾ തീർക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കണം. അപ്പൊ ഇന്ന് കലിയുഗമാണ്. ഇന്ന് നമ്മള് ഇതായിരിക്കും മനുഷ്യന്റെ മനസ്ഥിതി. സഹദേവന് ശേഷം നകുലൻ ശ്രീകൃഷ്ണന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കണ്ടത് ഒരു വലിയ പാറ മലമുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരുപാട് വലിയ വൃക്ഷങ്ങളുണ്ട്. ആ പാറയെ തടഞ്ഞു നിർത്താൻ പറ്റുന്ന പാകത്തിനുള്ള വൃക്ഷങ്ങളുണ്ട്. പക്ഷെ ഈ വൃക്ഷങ്ങൾക്കൊന്നും തന്നെ അതിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. പക്ഷെ ആ വലിയ പാറ വന്ന് ഒരു ചെറിയ പുൽക്കൊടി പോലെ നിൽക്കുന്ന ഒരു ചെറിയ തുളസി തൈയുടെ അത്രയുള്ള അതിൽ വന്ന് തടഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ടു. അതെങ്ങനെയാണ് ഈ ചെറിയ തുളസി തൈ പോലെ ഇരിക്കുന്ന ആ ചെറിയ പുൽക്കൊടിക്ക് ഈ വലിയ പാറയെ തടഞ്ഞു നിർത്താൻ പറ്റിയത്? ഈ വലിയ വൃക്ഷങ്ങൾക്ക് പറ്റാത്തത് എന്താണ് അതിന് പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു, അതെന്താണ്? കാരണം കലിയുഗത്തിലെ മനുഷ്യർ അധപ്പതിക്കും, അഹങ്കാരികളാകും, പാപികളായി തീരും. പക്ഷെ അവരുടെ പതനം ഒരു വലിയ വൃക്ഷം പടർന്ന് പന്തലിച്ച അവരുടെ സമ്പാദ്യത്തെ അവരുടെ എന്താ പറയാ അവരുടെ സമ്പാദ്യത്തിനോ അവരുണ്ടാക്കിയ പേരോ ഒന്നും പറ്റില്ല. അവര് വിചാരിക്കും അവര് സമൂഹത്തിലെ വലിയ വൃക്ഷങ്ങളാണ് എന്ന്. പക്ഷെ ഈ വലിയ കല്ല് എന്ന് പറയുന്നത് എന്താ? മരണമാകുന്ന, നമ്മളെ അന്വേഷിച്ചു കൊണ്ടുവരുന്ന ആ കല്ല്. പക്ഷെ നാമജപം ഒരു ചെറിയ പുൽക്കൊടി. ഈ കലിയുഗത്തില് നാമസങ്കീർത്തനമാണ് ഏറ്റവും പ്രധാനം എന്ന് നമ്മൾ കണ്ടു. അപ്പൊ നാമജപം പോലെയുള്ള ഒരു ചെറിയ ചെടികൾക്ക് അവരെ പതനത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും. കാരണം നാമസങ്കീർത്തനം നമ്മളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, സദാ നമ്മുടെ കൂടെ ഉള്ള ആ ഒരു എന്താ പറയാ ചെറിയ നാമമായിക്കോട്ടെ, രാമരാമ ആയിക്കോട്ടെ, പരാശക്തി ആയിക്കോട്ടെ, ഏത് നാമവും ആയിക്കോട്ടെ, പക്ഷെ നാമസങ്കീർത്തനം, അതായത് ആധ്യാത്മികമായിട്ടുള്ള ഓരോ ചുവടുവയ്പുമാണ് നമുക്ക് കലിയുഗത്തിലെ പ്രൊട്ടക്ഷൻ. ഈ 5 കാര്യങ്ങൾ കലിയുഗത്തെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു. നമ്മളും അതിനെക്കുറിച്ച് അറിയണം. കാരണം കലി വളരെയധികം പ്രഭാവത്തോടു കൂടി ഇനി കളിയുടെ നടനം തുടങ്ങിക്കഴിഞ്ഞു. 5000 വർഷങ്ങൾക്ക് ശേഷം കലിയുഗം നമ്മൾ തന്നെ കാണാം. ഏറ്റവും വേസ്റ്റ് എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഇന്ന്. നമ്മൾ 1 വർഷം 1.5 വർഷത്തോളമായി കലി പ്രകൃതിയിലൂടെ താണ്ഡവ നൃത്തം ആടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കാണാൻ പറ്റാത്ത ഒരു ചെറിയ വൈറസിന്റെ രൂപത്തിൽ, അല്ലെ? മനുഷ്യര് ഭയക്കണം. കാരണം കർമ്മങ്ങൾ അത്രയും ദുഷിച്ചു, അവരുടെ മനോഭാവങ്ങൾ ദുഷിച്ചു. ആർക്കും ആരോടും പരസ്പര വിശ്വാസമോ സ്നേഹമോ ഇല്ല. ആരെയും സഹായിക്കാനുള്ള മനസ്സില്ല. ഞാന് എന്റേത് എനിക്കുള്ളത്. അപ്പൊ ഈ ജഗത് സൃഷ്ടിയെ തുടങ്ങിയിരിക്കുന്ന ഭഗവാൻ എന്തിനാണ്? ആ സത്യയുഗത്തിൽ നല്ല സത്യത്തിന് സത്യം പരം ധീമഹി എന്ന് പറഞ്ഞ ആ ഒരു വാക്കനുസരിച്ചായിരുന്നു സത്യയുഗത്തിലെ ആളുകൾ ജീവിച്ചിരുന്നത്. ആ നല്ലൊരു ജീവിതം അത് ഒരുപാട് കാലം ഉണ്ടായിരുന്നു. അവർക്ക് സത്പ്രവൃത്തികൾക്ക് സദ്ഫലം കിട്ടിക്കൊണ്ടിരുന്നു. ഇന്ന് കലിയുഗമായി. നമ്മളും ഓരോരുത്തരും ഓരോ ജന്മം എന്ന് പറയുന്നത് പുതിയതല്ല. സത്യയുഗത്തിൽ ഉണ്ടായിരുന്ന നമ്മൾ തന്നെയാണ് ഇപ്പൊ കലിയുഗത്തിൽ ഇരിക്കുന്നത്. അല്ലാതെ സൃഷ്ടിയിൽ മാറ്റമൊന്നും വരുന്നില്ല, ഇല്ലേ? ഓരോ ഇതിനകത്തിരിക്കുന്ന ഓരോ പുതിയതായിട്ട് ആളുകളെ അഡീഷണൽ എന്ന് നമ്മൾ വിചാരിക്കണോ? അല്ല. നേരത്തെ ഉണ്ടായ പലരും തിരശ്ശീലയ്ക്ക് പിന്നിൽ ക്യൂ ആയിട്ട് നിൽക്കുക അടുത്ത ജന്മത്തിന് കാത്ത്. അപ്പൊ ഈ പോപ്പുലേഷൻ കൂടുക എന്നൊക്കെ പറയുന്നത് പക്ഷികളും മൃഗങ്ങളുമായിട്ടിരുന്ന പലരും മനുഷ്യജന്മത്തിന് ഇങ്ങനെ നിൽക്കുക. അല്ലാതെ ഈ ഒരു എന്താ പറയാ സൃഷ്ടി ഉണ്ടായപ്പോ തന്നെ എല്ലാ ജീവജാലങ്ങളും ഉണ്ടായി കഴിഞ്ഞു. അതിനൊരു എവല്യൂഷൻ, മാറ്റമാണ് യുഗങ്ങളിലൂടെ, എവല്യൂഷനിലൂടെ നമുക്ക് വരുന്നത്. നമ്മളും പക്ഷിമൃഗാദികളും ഈ പറഞ്ഞ അമീബയും കൊതുകും എല്ലാം ആയിരുന്നു. ആ ജന്മങ്ങൾ കഴിഞ്ഞിപ്പോ മനുഷ്യജന്മം കിട്ടി. ഇനി അതിൽ ഏത് വേണമെങ്കിലും ആകാം, ആയിക്കൂടാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ആ ജന്മങ്ങൾ എന്തിനെ ആശ്രയിച്ചിരിക്കണു എന്ന് ചോദിച്ചാൽ നമ്മുടെ പാപപുണ്യങ്ങളും നമ്മുടെ കർമ്മങ്ങളും. മനസ്സ് ഏറ്റവും അധികം ദുഷിക്കുന്ന ഒരു സമയമാണ് കലിയുഗം. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ആ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ പിന്നെ പോകുന്നത് എവിടത്തേക്കാണ്? സത്യയുഗത്തിലേക്കാണ്. കാരണം ഈ ജീവജാലങ്ങളെല്ലാം ഭഗവാന്റെ ആ ഒരു ഉദരത്തിനുള്ളില് കുക്ഷിക്കുള്ളില് സുഖമായിട്ട് ഓരോ പ്രളയം കഴിയുമ്പോഴും ഇരിക്കുമെന്നും ഓരോ അവരുടെ വേഷങ്ങൾ സ്വീകരിക്കുന്നത് അടുത്ത പ്രളയം കഴിഞ്ഞുള്ള സൃഷ്ടിയിലും ജഗത് സൃഷ്ടിയിലൂടെ ആണെന്നും നമുക്ക് കാണാം. ജഗത്തിന് മാറ്റം വരുന്നില്ല, മനുഷ്യർക്ക് ആ ഒരു ജീവജാലങ്ങൾക്ക് മാത്രമേ മാറ്റം വരുന്നുള്ളൂ. നമ്മൾ കണ്ടു ഭഗവാൻ തന്റെ സ്വേച്ഛയില് കളിപ്പാവകളെ പോലെ, തന്റെ വളർത്ത മൃഗങ്ങളെ പോലെ ഉണ്ടാക്കി വിട്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അത് ഭഗവാന്റെ ഇച്ഛയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് സത്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും ചെയ്യുന്ന ഭഗവാന്റെ ഇച്ഛയല്ല, എല്ലാം ഈശ്വര ഇച്ഛയാണെങ്കിൽ എന്താ ഒരു എവല്യൂഷൻ പ്രോസസ്സ് നടക്കും. ഇതെല്ലാം കേട്ട് നമ്മൾ സ്വയം മനസ്സിലാക്കി ഈശ്വരനുമായിട്ട് അടുക്കാൻ ശ്രമിക്കണം എന്നുള്ള ഒരു സന്ദേശമാണ് ഈ കലിയുഗത്തിലെ ഭഗവാൻ ഈ പറഞ്ഞ പഞ്ചപാണ്ഡവരോട് കൊടുക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും തരുന്നത് തന്നെയാണ്. അപ്പൊ നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന വൈകല്യങ്ങള് നമുക്ക് എന്തൊക്കെ നമുക്ക് മാറാൻ പറ്റും,
എന്തെങ്കിലും ഇവിടെ പെർമനന്റ് ആയിട്ടുണ്ടോ? നമ്മുടെ മനസ്സ്, നമ്മുടെ സഹോദരന്മാര് സഹോദരികളായിരിക്കുന്ന വിഷമം അനുഭവിക്കുന്ന ദുഃഖിക്കുന്നവരെ അറിയുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല കർമ്മങ്ങൾ, ഒരു വാക്കാവട്ടെ, എല്ലാവർക്കും ബാങ്ക് ബാലൻസ് മുഴുവൻ വീതിച്ചു കൊടുക്കണം എന്നല്ല പറയുന്നത്. നമ്മുടെ ഗുരുക്കന്മാർക്ക്, ഗുരു പരമ്പരയ്ക്ക് കൊടുക്കണം. കാരണം അവിടെ പൂജകളും കർമ്മങ്ങളും നടത്തണം. നമുക്കിന്ന് ഈ മന്ത്രം തന്നത് ഗുരുപരമ്പരയാണ്. അവിടെ ഒരു കടമുണ്ട്. അത് ഈ പഞ്ചകടങ്ങൾ നമ്മളുണ്ട്. അത് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പ്രകൃതിയോടുണ്ട്, ഗുരുക്കന്മാരോടുണ്ട്, അച്ഛനമ്മമാരോടുണ്ട്, സ്വന്തം ആത്മാവിനോടുണ്ട്, അതിഥികളോടുണ്ട്, നരജന്മത്തിൽ ജനിച്ചവരോടുണ്ട്. ഈ കടങ്ങള് നമ്മളെല്ലാത്തിന്റെയും ഒരു പാരസ്പര്യമാണ് നമ്മുടെ ഈ പ്രപഞ്ചം. നമ്മൾ ജീവിക്കാൻ നമ്മൾ സ്വന്തമായിട്ടല്ല. നമ്മൾ ചുമ്മാ കാട്ടിൽ ചെന്ന് കാട്ടിലെ അരുവിയിലെ വെള്ളം കുടിച്ച് അവിടുത്തെ കിഴങ്ങ് വർഗ്ഗങ്ങളും ഭക്ഷിച്ച് ജീവിക്കുന്ന ആ ഒരു കാലം ഉണ്ടായിരുന്നു, പ്രകൃതിയുമായിട്ട് ചേർന്ന്. അതല്ല നമ്മൾ ഇന്ന് മോഡേൺ സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതെല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടുക. അതിന് പലരുടെയും പ്രയത്നം ആവശ്യമുണ്ട്, നമ്മൾ മാത്രമല്ല. അപ്പൊ അവരെ എല്ലാം സ്മരിക്കണം. എല്ലാവരോടും ഉള്ള ഒരു താങ്ക്സ് ഗിവിങ്, നമ്മുടെ മനസ്സുകൊണ്ട് എല്ലാത്തിനോടും നന്ദി പറയുക. അത്രയെങ്കിലും നമ്മൾ ചെയ്യണ്ടേ? പിന്നെ ഈ ജന്മത്തിൽ നമ്മളെ കൊണ്ട് ചിലരോട് നമുക്ക് കടങ്ങൾ ഉണ്ടാവാം. അവർക്ക് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാവാം. അതെല്ലാം തീർത്തു തന്നെ പോണം. എന്താണോ നമ്മുടെ മനസ്സിലിരുന്ന പരാശക്തി നിർദ്ദേശിക്കുന്ന കർമ്മങ്ങൾ, ശുദ്ധകർമ്മങ്ങളെല്ലാം ചെയ്യണം. അപ്പൊ എന്താണ് നമുക്ക് ജഗത് സൃഷ്ടി എന്ന് നോക്കാം. ഇന്ന് ജഗത് സൃഷ്ടിയെ കുറിച്ച് 30,000 ശ്ലോകങ്ങളുള്ള ഒരു ബൃഹത് സൃഷ്ടിയാണ് യോഗവാസിഷ്ടം എന്ന് പറയുന്നത്. അതിനെ അടിസ്ഥാനപ്പെടുത്തി ഒന്ന് വിചിന്തനം. ഞാൻ വളരെ ചുരുക്കത്തിലാണ്, കാരണം അവിടെ നിന്ന് നമുക്ക് പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അർത്ഥപ്രപഞ്ചം എന്ന് പറയുന്നതും നാദപ്രപഞ്ചം, മാതൃക അക്ഷരങ്ങൾ, ഇത് 3 ദേവിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ ആദ്യമായിട്ട് ജഗത് സൃഷ്ടി എന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് ഇത് 2ലോട്ടും പോകാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആദ്യം ജഗത് സൃഷ്ടി എന്താണ് വളരെ ഒന്ന് ചുരുക്കി നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഇതിനെ ബേസ് ചെയ്ത് ജഗത് സൃഷ്ടി പറയുന്നത് യോഗവാസിഷ്ടം. യോഗവാസിഷ്ടം എന്ന് പറയുന്നത് രാമായണത്തിന്റെ, അതായത് രാമനോട് തന്റെ കുലഗുരുവായിരിക്കുന്ന വസിഷ്ഠൻ ചെയ്യുന്ന ഉപദേശം, അതാണ് യോഗവാസിഷ്ടം. അതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മളൊന്ന് വിചിന്തനം ചെയ്ത് നോക്കാം. കാരണം ഈ വേദാന്ത ശാസ്ത്രം വിവരിക്കുന്ന ഈ ഒരു ഏറ്റവും വലിയ ബൃഹത് ഗ്രന്ഥമാണ് വാൽമീകി മഹർഷി രചിച്ചത് എന്നാണ് ആദ്യം ഇത് പറയുന്നത്. കാരണം ഇത് 2 ഗ്രന്ഥമായിട്ടാണ് പറയുന്നത്. ഇതിലെ വലിയ ഗ്രന്ഥം വാൽമീകി മഹർഷി രചിച്ചതായിട്ട് കരുതപ്പെടുന്നു. അതായത് ഭാരത വേദാന്ത ഗ്രന്ഥങ്ങളിൽ എന്നും മുന്നിൽ നിൽക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. ഇതിന്റെ ഒരു ചെറിയ വേർഷൻ എന്ന് പറയുന്നത് 6000 ശ്ലോകങ്ങളുള്ള ലഘു യോഗവാസിഷ്ടം. അപ്പൊ അതിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത്. ഇതിനൊരു പ്രത്യേക പേരുണ്ട്, ജ്ഞാനവാസിഷ്ടം എന്നാണ് പേര്. ജ്ഞാനം എന്ന് പറഞ്ഞാല് ഒരു മനുഷ്യന്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയാനുള്ള മാർഗം. ഒറ്റ വഴിയേ ഉള്ളൂ ജ്ഞാനം. കർമ്മമല്ല, ഭക്തിയല്ല. എന്താണ് കർമ്മഭക്തിയിലൂടെ നമ്മൾ എത്തിച്ചേരുന്നത് എവിടെയാണ്? ജ്ഞാനത്തിൽ. അപ്പൊ ഈ 6000 ശ്ലോകങ്ങളുള്ള ലഘു യോഗവാസിഷ്ടം, ഇതിനെ ജ്ഞാനവാസിഷ്ടം എന്ന് പറയുന്നു. ആ വാസിഷ്ടത്തിന്റെ ഉൽപ്പത്തി പ്രകരണത്തിലുള്ളതാണ് ഈ ജഗത് ഉത്പത്തി എന്ന വിവരണം. അപ്പൊ ഇതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഈ ജഗത് സൃഷ്ടിയെ അറിയാൻ പോകുന്നത്. കാരണം ഇത് ശ്രീവിദ്യ ഉപാസകര് ആവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. കാരണം എന്താണ്? ദേവിയെ തത്വമയി, തത്വമർത്ഥസ്വരൂപിണി, തത്വാതീതമയി എന്നൊക്കെ നമ്മൾ പറയണം. അപ്പൊ ഈ ജഗത് സൃഷ്ടി അറിഞ്ഞാലേ അമ്മയുടെ തത്വങ്ങളെ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. ദേവിക്ക് വേറെയും പേരുണ്ട്. സൃഷ്ടികർत्री, ബ്രഹ്മരൂപ, അല്ലെ, പ്രസവിത്രി, തത്വമയി, തത്വമർത്ഥസ്വരൂപിണി. ഈ 5-6 വാക്കുകളിലൂടെ ദേവിയുടെ ജഗത് സൃഷ്ടിയെ കുറിച്ചാണ് പറയുന്നത്. കാരണം നമ്മൾ ലളിതാ സഹസ്രനാമം എടുക്കുമ്പോൾ ആദ്യത്തെ 3 നാമത്തിന് ശേഷം അമ്മയുടെ സൃഷ്ടികർत्री, ബ്രഹ്മരൂപ എല്ലാം ഈ ജഗത് സൃഷ്ടിയെ ബേസ് ചെയ്താ വരുന്നത്. അപ്പൊ ഇത് അറിയണമെങ്കിൽ, ഈ പ്രപഞ്ച സ്വരൂപിണിയായ ലളിത മഹാത്രിപുര സുന്ദരിയെ അറിയണമെങ്കിൽ നമ്മുടെ ഈ സ്ഥൂല ശരീരം, അതായത് അതിരിക്കുന്ന കുണ്ടലിനി എന്ന സൂക്ഷ്മ ശരീരം, ഇത് 2നെ നമ്മൾ അറിയണം. സ്ഥൂല ശരീരത്തെ എന്താ പറയുന്നത്? പ്രപഞ്ചമായിട്ടിരിക്കുന്നത് ലളിതാ മഹാത്രിപുര സുന്ദരി. ആ അമ്മ തന്നെ വ്യഷ്ടിഭാവത്തില്, വ്യഷ്ടി എന്ന് സമഷ്ടി വ്യഷ്ടി തെറ്റിപ്പോകരുത്. സമഷ്ടി എന്ന് പറഞ്ഞ പ്രപഞ്ചം, വ്യഷ്ടി എന്ന് പറഞ്ഞാല് ആ ഒരു ചുരുങ്ങിയത്, അതായത് അവനവന്റെ ശരീരത്തിനുള്ളില്, ഇതിനെയാണ് വ്യഷ്ടി. അപ്പൊ വ്യഷ്ടിയിൽ ദേവി എങ്ങനെയായിരിക്കുന്നത്? കുണ്ടലിനി എന്നുള്ള ആ ഒരു ആത്മതത്വത്തോടു കൂടി ഇരിക്കുന്ന സൂക്ഷ്മ ശരീരം. അപ്പൊ നമ്മൾ ഇതിനെ അറിയണം, എന്നാലേ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ജഗത് സൃഷ്ടിയെ കുറിച്ച് കൂടുതൽ അറിയുന്നത്. ഭാരതീയ തത്വശാസ്ത്രത്തിൽ, അതായത് ഭാരതീയ തത്വശാസ്ത്രം, ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുന്നത് ഏത് ഇന്ത്യൻ ഫിലോസഫി എടുത്ത് നോക്കിയാലും ഒരു വേദത്തിന്റെ പ്രാമാണ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ
പറയുന്നത് സൃഷ്ടിയെക്കുറിച്ച് വേദത്തിനെ, അതായത് അറിവിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അതിനെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിനെ ആസ്തികമെന്നും നാസ്തികമെന്നും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിലെ പ്രപഞ്ച സൃഷ്ടിയുടെ കാരണം, അതിന്റെ രീതികള്, സൃഷ്ടാവ് എന്ന ഒരാളുണ്ടെങ്കിൽ അതും വിശകലനം ചെയ്തുകൊണ്ടുള്ള ദർശനങ്ങളാണിത്. അപ്പൊ ഈ സൈദ്ധാന്തികമായിട്ടുള്ള ദർശനങ്ങളെല്ലാം തന്നെ സൃഷ്ടിയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇതിൽ നമ്മൾ നോക്കുന്നത് എന്താ, കപില മഹർഷിയുടെ സാഖ്യ ദർശനം ഏറ്റവും പൗരാണികമായതാണ്. മിക്കവാറും എല്ലാ തത്വദർശനങ്ങളും സാഖ്യ ദർശനത്തില് കടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പ്രകൃതി സൃഷ്ടി വിചാരത്തില് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ആദ്യം നമ്മൾ അറിയുന്ന എന്താണ്, പ്രകൃതിയെ ആ സൃഷ്ടി വിചാരത്തിലെ പുരുഷൻ പ്രകൃതി എല്ലാം ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ്, ആദ്യത്തെ തുടക്കം എവിടെ നിന്നാണ്. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് നമ്മൾ ആദ്യം പ്രകൃതി ഉണ്ടായി, ഇല്ലെങ്കിൽ ഈ ജഗത്ത്, ഈ ബ്രഹ്മാണ്ടം ഉണ്ടായി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്ന രണ്ട് തത്വങ്ങളാണ് പുരുഷൻ പ്രകൃതി. എല്ലാം ആരംഭിക്കുന്ന എവിടെ നിന്നാണ്. പിന്നെ പറയുന്നത് എന്താണ്, സത്വം രജസ് തമസ്, മൂന്ന് ഗുണങ്ങള്, ഗുണത്രയങ്ങളെ പറയാണ്. അപ്പൊ ഇവയുടെ സാമ്യാവസ്ഥ, ഇവയ്ക്ക് യാതൊരു മാറ്റവും ഇല്ലാതിരിക്കുന്ന ഈ സത്വരജസ് തമോ ഗുണങ്ങള് മൂലപ്രകൃതി എന്നാണ് പറയുന്നത്. കാരണം അവിടെ ഒരു മാറ്റവും ഇല്ല, അവിടെ കൂടുതൽ ഏറ്റക്കുറച്ചിലുകളില്ല, പ്രകൃതി വികൃതിയായിട്ടില്ല, അവിടെ യാതൊരു മാലിന്യങ്ങളും ഇല്ല. അപ്പൊ സാമ്യാവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെ ഗുണങ്ങളില്ല എന്നർത്ഥം. അപ്പൊ ഇതിന്റെ മൂലപ്രകൃതി നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നില്ലേ, മൂലപ്രകൃതി അവ്യക്ത വ്യക്താവ്യക്ത സ്വരൂപിണ്യേ നമ. അപ്പൊ ഈ വ്യക്താവ്യക്തം നമ്മൾ ഒന്നും പ്രകടമാവുന്നതിന് മുമ്പുള്ള അവസ്ഥ. അപ്പൊ അവിടെ എന്തായിരുന്നു, സത്വരജസ് തമോ ഗുണങ്ങളെല്ലാം അവന്റെ സാമ്യാവസ്ഥ. ഇപ്പൊ 50% സത്വം, അല്ലെ 100%, 100 സത്വം 100 രജസ് 100 തമസ്, അതാണ് സാമ്യാവസ്ഥ. അവിടെ കുറവില്ല. അപ്പൊ പ്രകൃതിയിലോട്ട് വരുമ്പോ ഇപ്പൊ ഓരോരുത്തർക്കും ചില സമയത്ത് ഒരാളുടെ ഉള്ളിൽ 100% ഗുണങ്ങളുടെങ്കിൽ ചിലപ്പോ രാവിലെ ഒരു 60% സത്വം, ഉച്ചയാകുമ്പോൾ നമുക്ക് അതൊരു 80% രജോ ഗുണം, 6 മണി കഴിയുമ്പോൾ 100% തമോ ഗുണം. ഇങ്ങനെ ഗുണത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ മനുഷ്യർക്കുണ്ടാകും. പക്ഷെ പ്രകൃതിക്ക് ഉണ്ടാകുന്നതിന് മുമ്പാണെങ്കിലോ അവിടെ സാമ്യാവസ്ഥയിൽ യാതൊരു മാറ്റവും ഇല്ലാതിരിക്കുന്നു എന്നർത്ഥം. അപ്പൊ ആ സാമ്യാവസ്ഥയിലെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൂലപ്രകൃതി എന്ന് പറയുന്നത്. ഇതാണ് സാഖ്യ ദർശനം. അപ്പൊ ജഗത് ബീജമായിട്ടാണ് പ്രകൃതി എന്ന് നമ്മൾ കാണുന്നത്. അതാണ് അവിടെ ഏറ്റവും പ്രധാന വസ്തു. എന്താണ് ജഗത് ബീജം? ജഗത് ബീജം എന്ന് പറയുന്നത് പ്രകൃതി. അതിനെ എന്താ പറയാ, ആ ഒരു അവ്യാകൃതമാണ്, നമ്മുടെ അവ്യാകൃതമായ, അതായത് ഭംഗം സംഭവിക്കാത്തത്, വൈകൃതമാക്കാത്തത്, ഇതിനെയാണ് നമ്മൾ മൂലപ്രകൃതി. ഈ ഭംഗം വന്നത്, വൈകൃതമാക്കപ്പെട്ടത്, അതിനെയാണ് നമ്മൾ പ്രകൃതി എന്ന്. അതിന് മുമ്പുള്ളതിനെ എന്ത് പറയും, മൂലപ്രകൃതി എന്ന് പറയും. യാതൊരു വിധത്തിലുള്ള എന്താ പറയാ അഴുക്കുകൾ പറ്റാതെ, വൈകൃതം എന്ന് പറഞ്ഞാൽ വികൃതമാക്കാത്തതെന്ന് അർത്ഥം. വൈകൃതമാക്കാത്തതാണ് മൂലപ്രകൃതി. അപ്പൊ കാരണാവസ്ഥയിലാണ് ഈ മൂലപ്രകൃതിയിലുള്ളത്. മൂലപ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താ, കാരണമാണ്, കാരണ ശരീരം. അവിടെ നിന്നാണ് കാര്യങ്ങളെല്ലാം വരുന്നത്. വളരെ വ്യക്തമായിട്ട് ഇത് ഇങ്ങനെ അതിന്റെ ചുവട് പിടിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാവും. കാരണാവസ്ഥയിലുള്ള ആ മൂലപ്രകൃതിയിലുള്ള സത്വം രജസ് തമസ് ഈ ഗുണങ്ങളുടെ സാമ്യാവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കാൻ തുടങ്ങുന്നു. എപ്പോഴ്, ഈ ജഗത് സൃഷ്ടിയുടെ ആരംഭത്തില്. അപ്പൊ അതിന് മാറ്റം സംഭവിക്കുമ്പോൾ കാരണരൂപത്തിലുള്ള മൂലപ്രകൃതി കാര്യാവസ്ഥയിലിരിക്കുന്ന സൃഷ്ടി പ്രകൃതിക്ക്, അതായത് സൃഷ്ടി പ്രക്രിയക്ക് തുടക്കം കുറിക്കുക. അപ്പൊ കാരണരൂപത്തിലിരിക്കുന്ന മൂലപ്രകൃതി കാര്യാവസ്ഥയിൽ ആകാൻ വേണ്ടി എന്ത് ചെയ്തു, സൃഷ്ടി പ്രക്രിയക്ക് വേണ്ടി 3 ഗുണങ്ങളുടെ സാമ്യാവസ്ഥയിൽ മാറ്റങ്ങൾ വരുത്തി എന്നർത്ഥം. അപ്പൊ മൂലപ്രകൃതിയിൽ നിന്ന് എങ്ങനെയാണ് ആ മാറ്റം സംഭവിച്ചതെന്ന് നോക്കാം നമുക്ക്. മൂലപ്രകൃതിയിൽ നിന്ന് ആദ്യം മഹത്ത്, രണ്ടാമത് അഹങ്കാരം, മൂന്നാമത് മനസ്സ്, പിന്നെ എന്താണ് 5 ജ്ഞാനേന്ദ്രിയങ്ങള്, 5 കർമ്മേന്ദ്രിയം, പിന്നെ പഞ്ചതന്മാത്രകള്, പിന്നെ പഞ്ചഭൂതങ്ങള്. അപ്പൊ ഇങ്ങനെ പ്രകൃതിയിലെ 24 തത്വങ്ങള് ഉരുത്തിരിഞ്ഞു വന്നു എന്ന്. അതായത് പ്രകൃതി ഇങ്ങനെയുള്ള 24 തത്വങ്ങളിലൂടെ ഉണ്ടായി. വളരെ വളരെ എന്താ പറയാ ക്ലിയർ ആയിട്ടാ പറയുന്നത്. ഇപ്പൊ കാരണരൂപത്തിലിരിക്കുന്ന മൂലപ്രകൃതി കാര്യാവസ്ഥയിലാവാൻ എന്തൊക്കെ ഉണ്ടായി? കാരണം നമ്മള് ആ ശിവതത്വത്തിലിരുന്ന് നമ്മൾ ഓരോരുത്തരും ജീവന്മാരാവാൻ എന്താ ഉണ്ടായത്? ആദ്യത്തെ മൂലപ്രകൃതിയിൽ നിന്ന് മഹത്തത്വം വന്നു,
അഹങ്കാരം, മനസ്സ്, ജ്ഞാനേന്ദ്രിയങ്ങള്, കർമ്മേന്ദ്രിയങ്ങള്, പഞ്ച തന്മാത്രകള്, പഞ്ചഭൂതങ്ങള്. ഇങ്ങനെ പ്രകൃതി എന്ന് പറയുന്ന 24 തത്വങ്ങൾ ഉരുത്തിരിഞ്ഞു വന്ന പ്രകൃതിയായിട്ട് നമ്മൾ ഓരോരുത്തരും വന്ന് ചേർന്നു. ഇനി ഇതിലാണ് മാറ്റങ്ങൾ. അതായത് മാറ്റങ്ങൾ, പ്രകൃതിയില് മാറ്റമില്ലാത്തതിനെ എന്ത് പറഞ്ഞു? പുരുഷൻ. മാറ്റമുള്ളതെല്ലാം പ്രകൃതി. മാറ്റങ്ങൾക്ക് വിധേയമായത്. എവിടെ നിന്നാ ഇത് വന്നത്? മാറ്റമില്ലാത്ത അവസ്ഥയിൽ നിന്ന് മാറ്റങ്ങൾ ആയി. പക്ഷെ ഈ ഉണ്ടായ പ്രകൃതിയിലും മാറ്റമില്ലാത്തതും മാറ്റമുണ്ട്. അതായത് ഒരു റോഡ്, ചലിക്കാത്ത റോഡിന്റെ പുറത്ത് വാഹനം പോകുന്ന പോലെ ഇത് നമ്മൾ ഓരോരുത്തരിലും ചലിക്കാത്ത ഒരു കാര്യവും ചലിക്കുന്നതും ഉണ്ടായി. അപ്പൊ ചലിക്കാത്തതിനെ പുരുഷനെന്നും ചലിക്കുന്നതിനെ പ്രകൃതി എന്നും പറഞ്ഞു, അല്ലേ? അപ്പൊ പ്രകൃതി എന്ന് പറയുന്നത് ജഡം, പുരുഷൻ എന്ന് പറയുന്നത് ചേതനൻ. ഈ പ്രപഞ്ച സൃഷ്ടിയെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉള്ളത്. സാഖ്യം, ബൗദ്ധം, അദ്വൈതം, വിശിഷ്ടാദ്വൈതം ഇവയിലൊക്കെ തന്നെ പലതും പ്രതിപാദിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചം എന്നത് ഈ ഒരു ഈശ്വരന്റെ സങ്കല്പമാണെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തത്വം. അപ്പൊ ഇത് ഈശ്വരന്റെ ഒരു സങ്കല്പം, അതായത് ഇമാജിനേഷൻ അല്ലെങ്കിൽ ഐഡിയേഷൻ എന്നൊക്കെ പറയും. ഈശ്വരന്റെ സങ്കല്പമാണ് എന്നാണ് യോഗവാസിഷ്ഠം പറയുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് യോഗവാസിഷ്ഠത്തിലെ സൃഷ്ടി വിവരണം തുടങ്ങുന്നത്. അതിന്റെ പേരാണ് കൽപ്പനാവാദം. കൽപ്പനാവാദം എന്ന് പറഞ്ഞാൽ എന്താ? ഐഡിയലിസം. ആ യോഗവാസിഷ്ഠത്തിൽ ആദ്യം പറയുന്നത് എന്താ? സിദ്ധാന്തം. സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ പരമ്പൊരുളിന്റെ ഒരു ഐഡിയ അഥവാ ഒരു കൽപ്പന, ഒരു ഇമാജിനേഷൻ. ഈ പ്രപഞ്ചം അങ്ങനെയാണ് ഇത് എന്താ പറയുക പ്രാവർത്തികമായിട്ട് ഉണ്ടാകുന്നതെന്ന് പറയുന്നു. അപ്പൊ പ്രപഞ്ചത്തിന്റെ മനോഹരമായിട്ടുള്ള ഈ നിർമ്മിതി ബ്രഹ്മത്തിന്റെ മനസ്സിലേ ഉണ്ടാവുള്ളൂ. വേറെ എവിടെയെങ്കിലും നിന്നാണോ ഇത് വന്നത്? അല്ല. എവിടെ നിന്നാ വന്നത്? ബ്രഹ്മത്തിന്റെ മനസ്സില്. ബ്രഹ്മം ആരാണ്? പരമശിവൻ, ഇല്ലേ? പരശിവൻ, അനുത്തര ശിവൻ, നിഷ്കള ശിവൻ. ആ ശിവന്റെ ഹൃദയത്തില് ആദ്യമുണ്ടായ ഒരു മൂല ത്രികോണമാണ് നമ്മൾ അന്ന് കണ്ടുമില്ലേ? ആ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായി. ഈ ഒരു കംപ്ലീറ്റ് ബ്ലൂ പ്രിന്റ് എവിടെയാണ് ഉണ്ടായതെന്ന് ചോദിച്ചാല് ആ ഒരു പരബ്രഹ്മത്തിന്റെ ഉള്ളിൽ. വേറെ ഒരിടത്തുനിന്നും ഇത് വരാൻ ചാൻസ് ഇല്ല, വരില്ല. അപ്പൊ ഈ ബ്രഹ്മത്തിന്റെ മനസ്സിലാണ് ഇത് ഉണ്ടായത്. ദിവ്യമായിരിക്കുന്ന ആ മനസ്സില് മനനത്തിലൂടെ, കൽപ്പനയിലൂടെയാണ് 3 ലോകങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ 3 ലോകങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാ? ഓം ഭൂർ ഭുവ സുവ എന്ന് പറയുന്ന 3 ലോകങ്ങള്, നമ്മുടെ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥാത്രയങ്ങള്, ഇതെല്ലാം 3 ലോകങ്ങളാണ്. അപ്പൊ ഈ വളരെ വ്യക്തമായിട്ട് യോഗവാസിഷ്ഠം പറയണു, മനോ മനന നിർമ്മാണ മാത്രം ഏതത് ജഗത്രയം. ഇനി വേറൊന്നും ഇതിൽ പറയേണ്ട കാര്യമില്ല, വളരെ വ്യക്തമായിട്ട് പറയണം. മനസ്സില് മനോ മനന നിർമ്മാണം. മനനം എന്ന് പറഞ്ഞാൽ ചിന്തിച്ചുറപ്പിച്ച പരമാത്മാവിന്റെ ചിന്തനത്തിലൂടെ നിർമ്മാണം മാത്രം ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഏതത്, ഈ ജഗത്രയം. ഈ 3 ജഗത്തുകളും ആ പരമാത്മാവിന്റെ ഉള്ളിൽ വന്നിരിക്കുന്നതാണ്. ഇനി മറ്റൊരു പ്രധാന വിവരം കൂടെ യോഗവാസിഷ്ഠത്തിൽ പറയുന്നുണ്ട്. ഏവം കുഡ്യായം വിശ്വം നാസ്തിയേവ മനനാഭ്യതേ. അതായത് ബ്രഹ്മത്തിന്റെ ദിവ്യമായ മനസ്സാണ്. ആ മനസ്സിലാണ് ഈ പ്രപഞ്ചത്തിന്റെ മനോഹരമായിട്ടുള്ള നിർമ്മാണം, അതായത് മനനത്തിലൂടെ, കൽപ്പനയിലൂടെ ഈ ഒരു പ്രപഞ്ച നിർമ്മാണം, ഈ ജഗത്തിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നത്. ഈ 3 ലോകങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത് ആരാണ്? ബ്രഹ്മമാണ്. ബ്രഹ്മം എന്ന് പറയുന്നത് പരശിവനാണ്. അപ്പൊ ആ ബ്രഹ്മത്തിന്റെ ഈ സ്വപ്ന സൃഷ്ടി ഒന്നല്ല, അത് പലതായി. നമുക്കറിയില്ല. നമുക്കറിയുന്ന എന്താ? ഈ ഒരു ജഗത്തിനെ മാത്രം. അത് ചിലപ്പോൾ പല തലങ്ങളിൽ, പല ഡയമെൻഷൻസിൽ ഉണ്ടാവാം. നമ്മൾ അറിയാത്ത പല ലോകങ്ങളും ഉണ്ടായി എന്ന് വരാം. പക്ഷെ അതൊന്നും നമുക്കറിയില്ല. കാരണം എന്താ? നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മുടെ ഉപാധിയാകുന്ന ശരീരം വെറും 5 സാധനങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. ഭൂമി, ജല, അഗ്നി, ആകാശം. ഈ 5 കാര്യങ്ങൾ മനസ്സ് എന്ന് പറയുന്ന അന്ധകരണങ്ങളും. അതുകൊണ്ട് വേറെ ഡയമീറ്റേഴ്സ്, വേറെ ഇനിയിപ്പോ ഏതെങ്കിലും ഡയമെൻഷൻസിൽ ഭഗവാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും കടന്നു ചെല്ലാത്തത് വേറെ ഉപരിലോകങ്ങളുണ്ടോ? നമ്മളെക്കാളും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട്, അതെ, വളരെയധികം 7ാമത്തെ ഡയമെൻഷനൊക്കെ ഉണ്ടെന്ന് പറയണു. പക്ഷെ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ല, അത് അറിയില്ല. അപ്പൊ ആ നമ്മൾ അറിയാത്ത പല ലോകങ്ങൾ ഉണ്ടായി എന്ന് വരാം. അപ്പൊ നിർമ്മലമായ ആകാശത്തില് മേഘങ്ങൾ പോലെയാണ് ബ്രഹ്മത്തിൽ ലോകങ്ങൾ ഉണ്ടായി ലയിക്കുന്നത്. കാരണം നമുക്കിപ്പോ എങ്ങനെ പറയാൻ പറ്റും ഉണ്ടോ ഇല്ലയോ എന്ന്? ചിലപ്പോ ഉണ്ടായിരുന്നിരിക്കാം, അതില്ലാതായിരിക്കാം, ഒന്നും അറിയില്ല. പുതിയ ലോകങ്ങൾ വരുന്നുണ്ടായിരിക്കും. അപ്പൊ ആരാണ്, അല്ലെങ്കിൽ ഏതൊന്നാണ് ഈ ബ്രഹ്മം? നമ്മുടെ യോഗവാസിഷ്ഠത്തിൽ ആ മൂല പരമ്പൊരുളിനെ വർണ്ണിച്ചിരിക്കുന്നത് ശാശ്വത ഭാസുരവും അനന്ത വിജ്ഞാനഘനവുമായ
അനിർവചനീയമായ വസ്തുവാണ് ബ്രഹ്മം. എന്താ ബ്രഹ്മത്തിന്റെ ഡെഫിനിഷൻ? നമുക്ക് എങ്ങനെ ഇവിടെ ഇരുന്ന് അതിനെയൊക്കെ ചിന്തിക്കാൻ പറ്റും? ആ ബ്രഹ്മത്തിന്റെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് മൂലപരമ്പൊരുൾ. എന്താണ്? ശാശ്വതമായിട്ടുള്ള ഭാസുരം, പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദിവ്യ തേജസ്. നമ്മൾ കാണുന്ന നമുക്ക് 100 വാട്ട് ബൾബിന്റെ അപ്പുറമൊന്നും ചിന്തിക്കാൻ പറ്റില്ല അല്ലേ? ഇപ്പൊ സിംഗപ്പൂരും അമേരിക്കയിലും ഒക്കെ വലിയ വലിയ വെളിച്ചത്തിന്റെ അത്രയൊക്കെ നമ്മുടെ ഉള്ളിൽ കൊള്ളൂ, നമ്മൾ അത് ഭയങ്കര വെളിച്ച. പക്ഷെ ഇതോ നമുക്ക് കോടി സൂര്യ സമപ്രഭ, അനേക കോടി, ആയിരങ്ങളല്ല, സ്വന്തമായിട്ടുള്ള പ്രകാശം. ഇതിന് വേറെ യാതൊരു ആശ്രയവുമില്ലാതെ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ഒരു അനിർവചനീയമായിട്ടുള്ള, അനിർവചനീയം എന്ന് പറഞ്ഞാൽ എന്താ? വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റില്ല. ശാശ്വതമായിട്ട്, അതായത് ഈ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു കുറച്ചു നാൾ കഴിയുമ്പോൾ അതിന്റെ ഇലക്ട്രിസിറ്റി ഒക്കെ പോയി അത് ഡിമ്മാവോ? ഇല്ല. സദാ എപ്പോഴാണ് ഇനി ഇത് എപ്പോഴാണ് നിൽക്കുന്നത്? ഇത് എന്നും ഈ 4 യുഗങ്ങള് വന്നു പോയിക്കൊണ്ടിരുന്നാലും ഈ ശാശ്വതമായിട്ട് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ മൂല പരമ്പൊരുളിന് യാതൊരു വ്യത്യാസവും ഇല്ല. ഇപ്പൊ നമ്മൾ പ്രകാശിക്കുമ്പോൾ അതിനെ വിളക്കുകളോ സൂര്യന്റെ പ്രഭയായിട്ട് കാണരുത്. എന്താണത്? അനന്ത വിജ്ഞാന ഘനം. നമ്മൾ ഇതിനു മുമ്പേ കണ്ടു, ഈ ദേവിയെ വിജ്ഞാന ഘന രൂപിണിയെ നമ്മുടെ അന്തസത്ത, നമുക്ക് അറിവായിരിക്കുന്ന വിജ്ഞാനം. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? ജ്ഞാനം, വിജ്ഞാനം, അനുഭവ ജ്ഞാനം. എല്ലാം ഘനമായിട്ടിരിക്കുന്ന, പ്രകാശ സ്വരൂപമായിരിക്കുന്ന പ്രകാശമുണ്ട്. പക്ഷെ അതെന്താണ്? വിജ്ഞാന ഘനമാണ്. ആ ഒരു അനർവചനീയമായിരിക്കുന്ന വസ്തുവാണ് ബ്രഹ്മം. യഥോ വാചോ നിവർത്തന്റെ അപ്രാപ്യ മനസ്സ സഹ. വാക്കുകൾക്ക് പറയാൻ പറ്റില്ല, മനസ്സിനെത്താൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ വെറുതെ വാക്കുകളിലൂടെ എന്തൊക്കെയോ കാൽപ്പനികമായിട്ട് കുറച്ച് പറയാമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു ബ്രഹ്മത്തിന് എങ്ങനെയാണ് നമുക്ക് കൽപ്പന ഉണ്ടാകുന്നത്? എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? നമ്മൾ വെറും കടുകുമണികള്, വെറും മണൽത്തരികളാണ് ആ ബ്രഹ്മത്തില്. ആ ബ്രഹ്മത്തിന്റെ വ്യാപ്തി, അതിന്റെ അനിർവചനീയത ആർക്കും വിവരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അമ്മയെ ബ്രഹ്മസ്വരൂപിണിയായിട്ട് നമ്മൾ കൽപ്പന ചെയ്യാതെ നമ്മുടെ ഹൃദയ ഗുഹയിൽ ഇരിക്കുന്ന, ചിന്താമണി ഗൃഹത്തിൽ ഇരിക്കുന്ന അമ്മയായിട്ട് കാണുന്നത്. കാരണം ഈ ബ്രഹ്മസ്വരൂപിണി അമ്മ ആദിയും അന്തവും ഇല്ലാത്ത പരാശക്തി. അമ്മയെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. നമ്മൾ ഈ ചെറിയ, എന്താ പറയാ, ഒരു ചെറു തരി അല്ലെ, അതിനകത്ത് ഒതുങ്ങുന്നതേ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് അമ്മ എന്റെ ഹൃദയ ഗുഹയിൽ ഇരിക്കൂ, എനിക്ക് അങ്ങനെ കണ്ടാൽ മതി എന്ന് പറയാൻ കാരണം ഇതാ. കാരണം ബ്രഹ്മം എന്ന് പറയുന്ന ആ പരശിവന്റെ ആ ഒരു ശക്തി സ്വരൂപിണിയാണ് പരാശക്തി. അതുകൊണ്ടാണ് നമ്മൾ ശിവശക്തി സാമരസ്യം എന്ന് പറയുന്നത്. ശിവന്റെ ഉള്ളില് ആ ഒരു ചേതന രൂപത്തില് ശിവന് താൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കുന്ന വിമർശ ശക്തി. അപ്പൊ അങ്ങനെയുള്ള ബ്രഹ്മത്തിൽ എങ്ങനെയാണ് നമുക്ക് കൽപ്പനകൾ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ആ ആശയം അഥവാ ആ ഐഡിയേഷൻ എന്നുള്ള പ്രേരണ എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ ഇതൊന്നും അറിയില്ല. അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. ഇന്ന് നമുക്കിവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.